സോറി. ഇറ്റ്സ് ഓൾറൈറ്റ്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഗ്രാൻഡ്മയുടെ മരണം ആലീസിനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ട്. യെസ്, ഇന്നലെ അവള് വല്ലാതെ ഇമോഷണലായി. ഒബ്വിയസ്ലി അതൊരു നല്ല ലക്ഷണമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ബന്ധങ്ങളുടെ മൂല്യം അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നാണ് അതിനർത്ഥം. പിന്നെ ഐ ഗോട്ട് സം ഗുഡ് സൈൻസ് ടുഡേ. അത് ക്ലിയർ ചെയ്യാൻ ആൽബിയെ വിളിച്ചത്. വീട്ടിൽ ആ മെജീഷ്യൻ റെഗുലറായി വരാറുണ്ടല്ലേ? 1-2 തവണ മാത്രം. ബട്ട് ഹീസ് എ ബെസ്റ്റ് ഫ്രണ്ട് നൗ. അയാളെ പറ്റി പറയുമ്പോൾ അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട, ആലീസിന് അയാളോട് മറ്റു താല്പര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. നമ്മുടെ ആലിസ് ഇപ്പോ ഒരു അത്ഭുത ലോകത്താണ്. ആലിസ് ഇൻ വണ്ടർലാൻഡ് കേട്ടിട്ടില്ലേ? ആ ലോകമാകും റിയാലിറ്റിയിലേക്ക് വരാൻ അവളെ കൂടുതൽ സഹായിക്കുക. അയാളുടെ മാജിക്, അയാളുമായുള്ള സൗഹൃദം, മേ ബി അതെല്ലാം ആലീസിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കിയേക്കും. അപ്പോ ആ സൗഹൃദം നിലനിർത്താൻ നമ്മൾ സഹായിക്കുകയല്ലേ വേണ്ടത്? ഡു യു ഗെറ്റ് മീ? യെസ് ഡോക്ടർ. എങ്കിൽ നെക്സ്റ്റ് വീക്ക്. എന്താ ഇത്ര വലിയ ആലോചന? പപ്പ വന്നില്ല, എന്നെ ഗ്രാൻഡ്മയെ കാണിക്കാനും കൊണ്ടുപോയില്ല. അതിനെന്താ, ആന്റി കൊണ്ടുപോവാലോ. ഗ്രാൻഡ്മ ഉറങ്ങുന്നിടത്തേക്ക് ആന്റി മോളെ കൊണ്ടുപോട്ടെ. പപ്പ വഴക്ക് പറയും. പപ്പ അറിയണ്ട, നമുക്ക് ഫാദറിനോട് ചോദിച്ചിട്ട് പോവാം. കുട്ടു പോവാം. കൈ പിടിച്ചോ. വാ, ഇനി ആന്റി എടുക്കാം. ചിപ്പമോള് ഗ്രാൻഡ്മയെ കണ്ടിട്ടുണ്ടോ? നിറയെ തവണ കണ്ടിട്ടുണ്ട്. മമ്മയെ? കുട്ടിക്ക് ഇഷ്ടമല്ല. അതെന്താ? മമ്മയ്ക്ക് കുട്ടിയെ ഇഷ്ടമല്ല. ആന്റി ഇഷ്ടായോ മോൾക്ക്? ഇഷ്ടായോ? ഉമ്മ. നീ എന്തിനാ ആൽബി ഇത്ര ചെറിയ കാര്യത്തിന് അത്ര വലിയ ഒച്ചയിൽ സംസാരിച്ചത്? ചിപ്പമ്മോട് സോഫിയുടെ കൂടെ അല്ലേ പോയത്? അതുകൊണ്ടെന്താന്നോ? സോഫി നിനക്ക് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ? എനിക്ക് വേണ്ടപ്പെട്ടതോ? അല്ലാതെ പിന്നെ നീയല്ലേ അവൾക്ക് ലിഫ്റ്റ് കൊടുത്തതും ഒരുമിച്ച് കാറി കയറി പോയതും? അച്ഛനെ ഉന്തി തള്ളി കയറ്റി വിട്ടിട്ടേ ഇപ്പൊ ഒരുമാതിരി കഥ ഉണ്ടാക്കരുത്. ഓ കഥ കാര്യം, ഞാൻ ചെറുപ്പത്തിലെ ലോഹയിട്ടവനാണെങ്കിലും നിന്നെ പോലൊരു കാളവാല് വെക്കുന്ന കാണുമ്പോൾ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇന്ന് വൈകുന്നേരം മാണിച്ചന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഇടയിൽ ഞാൻ നിങ്ങൾ തമ്മിലുള്ള കല്യാണക്കാര്യം അനൗൺസ് ചെയ്യാനിരിക്കുകയാണോ? വേണ്ടാതിനെല്ലാം കാണിച്ചാലുണ്ടല്ലോ വികാരി അച്ഛന് ഇടവകയിലൊരു സത്യക്രിസ്ത്യാനിയുടെ വായിന്ന് തന്നെ നല്ല പുളിച്ച ചതിക്കല്ലേ ആൽബി. അബദ്ധത്തിന് നിന്റെ വായിന്ന് അങ്ങനെ വല്ലതും ചാടിയാൽ അത് കുമ്പസാര കൂട്ടിലിരുന്ന് പിന്നെ ഒരു പ്രാവശ്യം കൂടി കേൾക്കേണ്ടി വരും. പ്ലീസ്. അതെ സാറോ നിന്നേ.
ആലീസിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് എന്തായി? ഡോക്ടർ എന്നതാ പറഞ്ഞേ? അത് ആ, അവളും ആ മജീഷ്യനും തമ്മില് ഗീവർഗീസ് പുണ്യാളാ പ്രേമമായോ? അതൊന്നുമല്ല. ആ, അവൾക്കൊരു മെന്റൽ റിലീഫ് കിട്ടുന്നത് അയാളുടെ പ്രസൻസിലാണ്. അതുണ്ടായിക്കോട്ടെ എന്ന് ഡോക്ടർ പറയുന്നു. ഏയ് അത് കുഴപ്പമാവും. നിന്റെ പെങ്ങൾക്ക് 24 മണിക്കൂർ റിലീഫ് വേണോന്ന് വാശി പിടിച്ചാൽ നീ എന്ത് ചെയ്യും? അവളെ അവന് കെട്ടിച്ചു കൊടുക്കുവോ? അച്ചോ, കാര്യം പറയുമ്പോ ഞെട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഊരും പേര് എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്തൊരു തെരുവ് തെണ്ടിക്ക് വേണോ ഞാൻ എന്റെ ആലീസിനെ? അതെ, പറ്റില്ല. അപ്പോഴെന്ത് വേണം? മുഴുവൻ സമയവും അവളുടെ മേളിലൊരു കണ്ണു വേണം. നിനക്കാണെങ്കിൽ അതിന് നേരമില്ല. അതുകൊണ്ടാ ഞാൻ സോഫിയയുടെ കാര്യം. ആൽബി, ആൽബി, എന്നാ കൂടെ പോടാ പോത്തെ. നിനക്കൊക്കെ തിരുക്കുടുംബം ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്താ വാഴ്ത്തപ്പെട്ടവനാവാൻ പോവാന്ന്? ആലീസ് ഇറങ്ങ ആലീസ്. നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടങ്ങാം. പക്ഷെ അത് ഇവിടെ കാണിക്കരുത്. വാ. ആൽബി, ആ താൻ എത്തിയോ? യു ആർ ലേറ്റ്. അല്ല, ഇറങ്ങാൻ നേരത്തെ ആലീസും കൂടി വരുന്നു എന്ന് പറഞ്ഞത്. പിന്നെ അവളും കൂടി റെഡിയായി ഇറങ്ങിയപ്പോ ഹലോ. പോടാ. ഹായ് ആൽബി. ഹായ്. ആലിസ്. സുഹൃത്തുക്കളെ, യാതൊരു വെടിയൊച്ചകളുമില്ലാതെ ഇത്രയും കാലം ഒരുമിച്ചു കഴിയാൻ കർത്താവ് ഇവരോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇവരുടെ വിവാഹ ജീവിതത്തിൻ്റെ രക്തവും മാംസവുമായി ഈ അപ്പം മുറിക്കുന്നു. ഈ വീഞ്ഞ് ഞാൻ കുടിക്കുന്നു. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, ഇനി ഭക്ഷിക്കാം. പ്ലീസ് കം. ഓക്കെ, ഐ വിൽ കം. ആലീസ്, പ്ലീസ് പ്ലീസ്.